നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന ഗുണ്ടകൾ മുങ്ങിയിട്ട് ആഴ്ചകൾ കഴിയുന്നു. പോലീസിന് ഈ ഗുണ്ടകളെ പിടിക്കാൻ കഴിയാത്തതാണോ, അതോ ഇവർ അത്രയും ശക്തരാണോ, അതോ പോലീസ് വേണ്ട എന്ന് ധരിക്കുന്നതാണോ? ഏതായാലും ഗുണ്ടകൾ കിട്ടാത്തത് കൊണ്ടാണോ പിടിക്കാത്തത് കൊണ്ടാണോ എന്ന വിഷയമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സ്വാഗതം പൊതുവേദിയിലേക്ക്. തിരുവനന്തപുരത്തെ പാറ്റൂർ ഗുണ്ട ആക്രമണം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും അതിലെ കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശ് എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി പുത്തൻപാലം രാജേഷും എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇത്തരം കേസുകളിൽ പോലീസ് ഗുണ്ടകളെ പിടികൂടാത്തതാണോ, അതോ അവരെ കിട്ടാത്തതാണോ എന്നതാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. കണ്ണൻ, ഈ ഗുണ്ടകളുടെ കാര്യത്തിൽ പോലീസിന് ഒരു അനാസ്ഥയുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ, അതോ സ്വാഭാവികമായും ഇവർ പലയിടങ്ങളിലേക്ക് മുങ്ങുന്നതുകൊണ്ട് പോലീസിന് പിടികൂടാൻ പറ്റാത്തതാണെന്നാണോ ധരിക്കേണ്ടത്? സാറേ, ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല രീതി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് നമ്മുടെ കേരളത്തിലെ സേന. പക്ഷെ ഇതില് ഇപ്പൊ ഈ കുറച്ച് നാളുകളായി ഇതിലും പുഴുക്കുത്തുകൾ ഉണ്ട്. കാരണം ബിസിനസ് താല്പര്യമാണ്. മിക്ക ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ഇവരുടെ കണ്ടെത്തലിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇവര് ഗുണ്ടകളുമായിട്ടുള്ള ഷെയറിങ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇപ്പം ഇവര് രാഷ്ട്രീയപരമായിട്ടല്ല, ഇപ്പൊ ബിസിനസ്സിലാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബിസിനസ് താല്പര്യം പോലീസിന് വർദ്ധിച്ചത് കൊണ്ടാണ് ഗുണ്ടകളെ പിടികൂടാൻ കഴിയാത്തത്. അതെ, തീർച്ചയായിട്ടും സാർ, അവര് തന്നെ കണ്ടെത്തിയതാണല്ലോ. ഇപ്പൊ ഇത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിന്റെ ഷെയറിംഗ് നടത്തുന്നതായിട്ട്. ഏതായാലും വളരെ നന്ദി കണ്ണൻ, ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ ചേരുന്നു. ബാലകൃഷ്ണൻ, ഈ ഗുണ്ടകളോട് പോലീസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത മമത ഉള്ളത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും പിടികൂടാൻ കഴിയാത്തത്? തീർച്ചയായിട്ടും ഗുണ്ടകളോടും മാഫിയ ലഹരിക്കടത്തുകാരോടെല്ലാം പോലീസിന് മമത തന്നെയാണ്. അത് കേരളത്തിലെ പോലീസ് സേന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അഭിമാനിക്കാവുന്ന സേന തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കുറഞ്ഞ കാലം കൊണ്ട് അത് വളരെ വ്യത്യസ്തമായി വളരെ മോശമായ സേന എന്നറിയപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ വടകരയിലൊക്കെ ഇത് വളരെ ആക്റ്റീവായി പോലീസ് ഗുണ്ടകളെയൊക്കെ പിടിക്കുന്നില്ലേ അല്ലേ? അവിടെ അങ്ങനെയൊന്നും ഗുണ്ടകളെ പിടിക്കേണ്ട ഗുണ്ടകളെ ഒന്നും പിടിക്കുന്നില്ല. അതൊക്കെ ഗുണ്ടകളെ വിലസുവാ പ്രാദേശികമായിട്ടൊക്കെ. അത് നമ്മളെ പ്രദേശത്തൊക്കെ നമ്മൾ കണ്ണടക്ക് വന്നല്ലോ, അതൊരു രക്ഷയില്ല. അത് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്. അവരെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെ പേരിൽ അത് വേറെ കേസെടുക്കും. അത്തരത്തിലുള്ള ഭരണം ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അത് ശരി, മാടമ്പി ഭരണത്തിന്റെ പ്രശ്നമാണെന്നാണ് ശ്രീ ബാലകൃഷ്ണൻ പറയുന്നത്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മുഹമ്മദ്, എന്തു തോന്നുന്നു, ഈ ഗുണ്ടകളെ നമുക്ക് പിടിക്കാൻ കുറെ കൂടെ കാര്യക്ഷമത പോലീസിന് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? എന്താണ് അതിന്റെ കാരണം? നമസ്കാരം സാറേ. നമസ്കാരം മുഹമ്മദ്. പിന്നെ ഭരണത്തിന്റെ മോശമൊന്നുമല്ല, ഭരണമൊക്കെ നല്ല ഭരണമാണ്, നല്ല പോലീസും ഉണ്ട്. പോലീസ് മുഴുവൻ മോശമുള്ളൊന്നുമില്ല. വല്ല പോലീസ് നല്ല പിടുത്തം, നല്ലത് പല സംഗതി പോലും തെളിയിച്ചിട്ടുണ്ട്. പോലീസിനെ കുറ്റം പറയാൻ പറ്റൂല. ഇപ്പൊ കുറച്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടും പിരിച്ചിട്ടും ഒക്കെ സാറിന് നടപടിയെടുത്തു. അപ്പൊ ഗുണ്ടകള് അധികം അങ്ങനെ വിലസില്ല എന്ന് കരുതാം അല്ലേ മുഹമ്മദ്? അധികം വിലസില്ല എന്നുള്ളത് കരുതാം. പക്ഷെ അവർക്കുള്ള വല്ല പേടിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വന്നാ വരുന്നോട് തെച്ച് കാണാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരുണ്ടാവും. അതല്ലാതെ പോലീസും ഭരണം മോശമാണെന്നുള്ള അഭിപ്രായം ശരിയല്ല എന്നാണ് മുഹമ്മദ് പറയുന്നത് അല്ലേ? വളരെ നന്ദി ശ്രീ മുഹമ്മദ്. മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പാലയിൽ നിന്ന്. ആരാണ് സംസാരിക്കുന്നത്? ഉമേഷ് പാലയിൽ നിന്നല്ലേ വിളിക്കുന്നത്? അതെ. ഉമേഷ്, എന്ത് തോന്നുന്നു ഈ പോലീസിന്റെ ഒരു നടപടി സംബന്ധിച്ചിടത്തോളം? ഗുണ്ടകൾ ഇത്രയും വലിയ മിടുക്കന്മാരാണോ? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാൻ കഴിവുള്ളവർ, സംസ്ഥാനത്തിന്റെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പതുങ്ങിയിരിക്കാൻ കഴിയുന്നവർ, അത്ര വലിയ കരുത്തരാണോ നമ്മുടെ നാട്ടിലെ ഗുണ്ടകൾ? സാറേ, ഇവര് ഈ ഗുണ്ടായുസം കാണിക്കുന്നതും പോലീസിന്റെ ഒത്താശയോടെ ഭരണത്തിന്റെ തണലിലാണ്. അതുപോലെ ഇവർക്ക് പോകാൻ വഴി ഒരുക്കി കൊടുക്കുന്നതും പമ്മാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ പോലീസും ഭരണകൂടം തന്നെയാണ്. സാറ് നമ്മൾ കാണുന്നില്ല, ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു CPM കാരൻ, അല്ലെ LDF കാരൻ, അല്ലെ DPF കാരൻ, ഇവരാരെങ്കിലും ഒരു പ്രതി ആയിരിക്കും അതിനകത്ത്. അവർക്ക് ആരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത ഒരു പ്രതിയെ ഇന്ന് വരെ പിടിച്ചിട്ടുണ്ടോ? ഈ നമ്മളെ അടുത്ത കാലത്തെല്ലാം കണ്ടതാ. പാലയിൽ നിന്നല്ലേ വിളിക്കുന്നത്? പാലയിൽ നിന്നല്ലേ? അതെ. അവിടത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഗുണ്ടകൾ വിലസുന്ന ഒരു രീതിയാണോ പാലയിൽ ഉള്ളത്?
സാറേ ഇവിടെ അങ്ങനെ ഗുണ്ടകൾ അങ്ങനെ കണ്ടമാനം വിലസുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ പാർട്ടി 3 പാർട്ടിക്കാർ ഒരുപോലെ. അത് കാരണം ബില്ല് ഉണ്ടായിട്ടൊന്നും നടക്കരുത്. ഏകപക്ഷീയമായ ഭരണം നടക്കുന്ന സാറേ ഈ കൂടുതലും ഈ ഗുണ്ടകൾ വിലസുന്നത്. അതുപോലെ തന്നെ പോലീസുകാർ അത് വളരെ ഒരു നല്ല നിരീക്ഷണമാണ്. ഒരു പാർട്ടിക്ക് മാത്രം സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം സ്വാധീനമുള്ള സ്ഥലത്താണ് ഗുണ്ടകളുള്ളത്. എല്ലാവർക്കും സ്വാധീനം ഉണ്ടെങ്കിൽ ആരും ആരെയും ഗുണ്ടയാകാൻ അങ്ങനെ അനുവദിക്കില്ല എന്നാണ് തോന്നുന്നത് അല്ലേ? എതിരില്ല വരുമ്പോ അവരിതെല്ലാം കാണിക്കും. എതിരുണ്ടെങ്കിൽ അവർ ഗുണ്ടായുസവും അതിക്രമവും ഒന്നും കാണിക്കല. ഇവിടെ ഇപ്പൊ പോലീസ് അല്ല എന്ന് പറഞ്ഞു കണ്ടല്ലേ, മയക്കുമരുന്ന് പൊട്ടിക്കുന്ന മാങ്ങ പൊട്ടിക്കുന്ന പോലീസൊക്കെയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. പിന്നെ എവിടെ ശരിയാണ്? പോലീസ് നന്നായല്ലേ സാറേ ജനങ്ങളും നന്നാകത്തുള്ളൂ. ജനങ്ങൾ ഗുണ്ടകൾ നന്നാകണമെങ്കിൽ പോലീസ് നന്നാകണം. ഗുണ്ടകളെ പിടിക്കുമ്പോൾ അതിലും വലിയ ഗുണ്ടായും തെമ്മാടിത്തരം കാണിക്കുന്ന പോലീസാണ് നമ്മളെ. പിന്നെ നമ്മൾ ആരോട് ഇത് എവിടെ പോയി പറയാനാ? വളരെ നന്ദി ഉമേഷ്, അങ്ങയുടെ അഭിപ്രായം നമ്മളോടൊപ്പം പങ്കുവച്ചതിന്. ഉണ്ണി ഇപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന്. ഉണ്ണി എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണോ? ഞാൻ തിരുവനന്തപുരം പോത്തങ്കോട് ശാന്തിഗിരി എന്നാണ് വിളിക്കുന്നത്. പോത്തങ്കോട് നിന്നാണ് വിളിക്കുന്നത്. പൂലദ്ര എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം. എന്ത് തോന്നുന്നു ഈ തിരുവനന്തപുരത്ത് 2 സുപ്രധാന കേസുകൾ? ഒന്ന് ഈ പോത്തങ്കോട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വളരെ മോശമായിട്ടുള്ള ഈ ഗുണ്ടായുസും ഇന്നലെയും പിന്നെ ഈ എന്തൊക്കെ അവിടെ ഇഷ്യൂ നടന്നുള്ള ഈ ചാനലിൽ ഇങ്ങനെ ഇത് കടിച്ച് നമ്മൾ കണ്ട്. പോത്തങ്കോട് ഗുണ്ടകൾ വിലസുകയാണ് അല്ലേ? ഇന്നലെ ഈ കൈവെട്ടിയതും മറ്റേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ നമ്മൾ കണ്ടാണല്ലോ. കൈവെട്ടി എറിഞ്ഞതും ഇതൊക്കെ നമ്മൾ കണ്ടാണല്ലോ. ഇതൊക്കെ ഈ ഗുണ്ടകളെയൊക്കെ വളർത്തുന്ന ആരാണ്? ഇവരെയൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ് അല്ലേ സാറേ? ആവശ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടു കൂടിയാണ് ഗുണ്ടകൾ ഉള്ളത് എന്നാണ് ഏതായാലും ഉണ്ണി പറയുന്നത്. പോത്തൻകോട് ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഏതായാലും പോലീസിന് നമുക്ക് അതിൽ നടപടി എടുക്കും എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അദ്ദേഹം പേര് വെളിപ്പെടുത്തുന്നില്ല അല്ലേ? പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. എന്താണ് പോലീസിനെ ഭയന്നിട്ടാണോ? ഈ ഗുണ്ടകളെ ഭയന്നിട്ടാണോ? ഇടുക്കി കഞ്ഞിക്കുഴി താങ്കളുടെ ചാനല് സംപ്രേഷണം ചെയ്തതാണ്. ഇടുക്കി കഞ്ഞിക്കുഴി കള്ളക്കാനം ഭാഗത്ത് വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനം ചെയ്ത ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവരെല്ലാം ഒളിവിൽ പോയിരിക്കുന്നു. പക്ഷെ അത് വളരെ രഹസ്യമായിട്ട് LDFന്റെ ഗവൺമെന്റിന്റെ പത്രങ്ങളിലും ഒന്നും വരുന്നില്ല. ഇന്നും ഉന്നത നേതാക്കളായിരിക്കില്ല സ്വാഭാവികമായും. അതുമൊക്കെ ഉന്നത നേതാക്കൾക്ക് അങ്ങനെ വ്യാജമദ്യം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെടാൻ കഴിയുമോ? സാധാരണ അല്ല, ഇവിടുത്തെ കഞ്ഞിക്കുഴിയിൽ വീട് എടുത്തു കൊടുത്തേക്കുന്ന ആളുകളും അവരൊക്കെ അവരെല്ലാം ഒളിവിലാണ്. ഇപ്പൊ 2700 കുപ്പിയും ഇന്ന് 7000 കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് 7,000-8,000 കുപ്പി മദ്യമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? വ്യാജമദ്യം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള എക്സൈസ് നടപടിയൊന്നും എടുക്കുന്നില്ലേ ഈ വിഷയത്തിൽ ഉണ്ണി? ഇത്രയും എക്സൈസുകാർ അവര് വന്ന് നോക്കി ആ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഒരു സംഭവമില്ല. ഏതായാലും വളരെ നന്ദി ഉണ്ണി, വളരെ നന്ദി ഇടുക്കിയിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇന്ദിര ചേരുന്നു. ഇന്ദിര എവിടെ നിന്ന് വിളിക്കുന്നു? എബി പെരുമ്പാവൂർ നമ്മളോടൊപ്പം ചേരുന്നു. എബി എവിടെ നിന്ന് വിളിക്കുന്നു? പെരുമ്പാവൂരിൽ നിന്നല്ലേ? പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് തോന്നുന്നു? ഈ ഗുണ്ടകൾ ഇങ്ങനെ നഗരങ്ങളിലൊക്കെ അഴിഞ്ഞാടുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതോ പോലീസിനെ കാര്യക്ഷമമായി ഇവരെ നേരിടാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ പെരുമ്പാവൂർ മേഖലയെ സംബന്ധിച്ച് സാറേ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എന്നുള്ള കാര്യം 100% ശരിയാണ്. പെരുമ്പാവൂരിൽ ഗുണ്ടകളെ കൊണ്ടിരിക്കാൻ വയ്യേ? എന്താ അവസ്ഥ? ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളും ഇവിടെയുള്ള ഗുണ്ടകളുമാണ് ഇപ്പൊ പെരുമ്പാവൂർ ഭരിക്കുന്നത്. ഗുണ്ടകൾ അന്യസംസ്ഥാന തൊഴിലാളികളുമായി സൗഹൃദം സ്ഥാപിച്ചു എന്നാണോ? സ്ഥാപിക്കുന്നുണ്ട്. സ്ഥാപിച്ച് മയക്കുമരുന്നുള്ള സാധനങ്ങള് പെരുമ്പാവൂര് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനിലേക്കായി മാറി. നമുക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല മേഖലകളിലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്നത് പോലെ ഇനി ഗുണ്ടകളായും ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തും എന്നാണോ നമ്മൾ ആശങ്കപ്പെടേണ്ടത്? അതാണല്ലോ ഇപ്പൊ പെരുമ്പാവൂർ നടക്കുന്നത്. അങ്ങനെ തന്നെ ഇവിടെയുള്ള ഗുണ്ടകളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വരും നോക്കൂത്തിയായിട്ട് നിൽക്കുക. പോലീസിന് നടപടിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവില്ല. നമ്മളൊരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തിട്ട് പോലും ആ ഭാഗത്തേക്ക് ഒന്നും അന്വേഷണത്തിന് പോലും വരുന്നില്ല അവര്. എല്ലാം കംപ്ലൈന്റിൽ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലൈന്റ് അവർ സ്വീകരിക്കും, പക്ഷെ വരാൻ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ അതുകൊണ്ട് ആ പേപ്പറിൽ അവിടെ പോവുകയാണ് അല്ലേ? ഏതായാലും പോലീസ് ഇനിയെങ്കിലും നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി എബി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. ഷഫീഖ് നമ്മളോടൊപ്പം ചേരുന്നു. ഷഫീഖ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? റഫീഖാണ്. റഫീഖ്
മട്ടാഞ്ചേരി എന്നാണ് വിളിക്കുന്നത്. മട്ടാഞ്ചേരി ഒരു ശാന്തമായ സ്ഥലമാണോ? അവിടെ ഗുണ്ടകളുണ്ടോ ഷഫീഖ്? ഇവിടെ അങ്ങനെ ഗുണ്ടകളൊന്നുമില്ല. ഇവിടെ പഴയ കാലത്തെ ഗുണ്ടകളാണ്. പണ്ട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു അല്ലേ? ആ ഗുണ്ടകളൊക്കെ ഇപ്പൊ എന്ത് സംഭവിച്ചു അവർക്കൊക്കെ? അത് ഗുണ്ടല്ല, അത് വേറെ രീതിയിൽ തമ്മിലൊക്കെ വിഷയമാണ്. ഇതിപ്പം പാർട്ടി തണലില് ഭരിക്കണ തണലില് ഇങ്ങനെ പരിസരം അതൊന്നും ഇവിടെ നടക്കൊന്നുമില്ല. നമ്മളെ നല്ല ഭാഗത്തൊന്നും നടക്കൊന്നുമില്ല. ഇത്രയും ഗുണ്ടകൾ ഇത് ഒറ്റപ്പെട്ട ഭരണത്തിന്റെ സഹായമുള്ള സ്ഥലത്ത് മാത്രമേ ഇത്രയും കാലത്തിട്ട് നിങ്ങൾ ഏത് നേരം വാർത്ത കേട്ട് നോക്കിയ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ഈ ഭരണം തണലുള്ള മാത്രമേ ആളുള്ളൂ. അല്ലാത്തടത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇത്രയും ഗുണ്ടകളുണ്ട് അവിടെ. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കയറി ഗുണ്ടകൾ ഇപ്പൊ പല 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 വിഷയങ്ങളുണ്ടായി കാണുന്നത്. ഇതിന് ചോദിക്കാനും പറയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, തയ്യാറ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് കൂട്ടാണ്. അവരെ കൂടെ തന്നെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാവരും. അവർക്കൊന്നും നിങ്ങൾ അവിടെ നാട്ടുകാരൊക്കെ വളരെ ശക്തരായി നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും സാധ്യമാകുന്നില്ല. ഇവിടെ അങ്ങനെ അതുപോലെ ഒരു പ്രത്യേകമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ അതിനുള്ള കൈയായുധ നാട്ടുകാരും ഉണ്ട് ഇവിടെ എല്ലാം. നാട്ടുകാർ മുന്നിട്ടിറങ്ങിയാൽ ഈ ഗുണ്ടകളെയൊക്കെ നമുക്ക് ഈ ഗുണ്ടകളില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഏതായാലും വളരെ നല്ലത്. ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന് തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ ചേരുന്നുണ്ട്. ജയകുമാർ, 2 സുപ്രധാന കേസുകളിലെ ഗുണ്ടകളാണ് ഒളിവിൽ കഴിയുന്നത്. ഇവരെ പിടിക്കാൻ എന്തായിരിക്കും പോലീസിന് തടസ്സം എന്നാണ് ജയകുമാർ ധരിക്കുന്നത്? പോലീസിന്റെ കസ്റ്റഡി തന്നെ കാണും. ഇവിടുത്തെ നല്ല പോലീസുകാരാണല്ലോ ഇവിടെ ഉള്ളത്. പോലീസിന്റെ കസ്റ്റഡി തന്നെ കാണും. കോട്ടയത്തൊക്കെ ഗുണ്ടകളെ ആളുകളെ തല്ലിക്കൊണ്ട് പോലീസ് തല്ലിക്കൊണ്ടിട്ട് കൊടുത്ത് അവരെ എന്ത് ചെയ്തു? അവരെ വല്ലതും പിടിച്ചോ? ഇതെല്ലാം ആരെ പിടിച്ചാലും അത് പാർട്ടിക്കാരായിരിക്കും. അതുകൊണ്ട് പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് നല്ല പോലീസ് ആവണമെങ്കിൽ പാർട്ടിയുടെ ബന്ധപ്പെടണം. അല്ലാതെ ഇപ്പൊ കാണുന്ന പോലീസ് എല്ലാം കണക്ക് തന്നെ. നമ്മൾ കണ്ടതല്ലേ കേരളയിലൊക്കെ പെണ്ണുങ്ങളെ വലിച്ചഴിച്ചോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ? നല്ല പോലീസാ. റോഡിലെ പാവപ്പെട്ടവർ ചോട് കപ്പ പറിക്കുകയാണെങ്കിൽ അവനെ കൊണ്ടൊരു തല്ലിക്കൊല്ലും. യവന്മാർക്ക് VIP ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. വളരെ നന്ദി ജയകുമാർ. ഏതായാലും വലിയൊരു വിമർശനം തന്നെ. ഇപ്പോൾ നമ്മളോടൊപ്പം സുരേന്ദ്രൻ ചേരുന്നു. സുരേന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാറേ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോ കാര്യമായ ഗുണ്ടാ ആക്രമണങ്ങളൊന്നും നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? തൃശ്ശൂരിൽ ഇപ്പൊ കാര്യമായ ഗുണ്ടാ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? തൃശ്ശൂരിലല്ല, ഈ പോലീസിന് ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ല. പിന്നെ സാർ ഇപ്പൊ പറയുന്നത് ഗുണ്ടകൾ വിലസുന്നു പറയണു. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവര് ഒളിവിൽ പോയതാന്ന് പറയണു. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരട്ടെ. എന്തുകൊണ്ടാണ് പോലീസിനെ പേടിച്ചിട്ടാണ് ഗുണ്ടകൾ പോണത്? പോലീസ് വളരെ കർശനമായ നടപടി എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർ മുങ്ങിക്കളയുന്നത് അല്ലെ? പിടിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണ്. അങ്ങനെയാണ് പേടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ഗുണ്ടകൾ പുറത്തേക്ക് വരാത്തത്. കാരണം ഇവിടെ നടപടി ഉണ്ട് എന്ന് മനസ്സിലായപ്പോ പുറത്തേക്ക് പോയി. ഇപ്പൊ അവര് ഗുണ്ടകളെ എന്തായാലും ഗുണ്ടകളെ സഹായം പോലീസിന് വേണ്ട. പോലീസ് ഈ 2 പ്രതികളെ പിടിച്ചിരിക്കും. പിന്നെ ഇന്ത്യയിലെ പോലീസ് താഴേക്കല്ല പോണേ. ഏത് കണക്ക് വെച്ചിട്ടാ എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ഈ ഇന്ത്യയിലെ പോലീസ് താഴേക്കാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് ഏത് കണക്ക് അനുസരിച്ചാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യയിലെ പോലീസ് താഴേക്ക് വരുന്നു അങ്ങനെ പറഞ്ഞോ? പൊതുവെ കേരളത്തിൽ മുകളിലാണെന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. മറ്റിടങ്ങളിലേക്ക് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു. പ്രേക്ഷകൻ പറഞ്ഞു. സാർ പറഞ്ഞല്ല, ഞാൻ ഞാൻ പോലീസിലെ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയണത്. അല്ല, പക്ഷെ പൊതുവെ നമ്മൾ പറയാറ് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ പോലീസ് കുറെ കൂടെ മെച്ചപ്പെട്ടതാണെന്നാണ് പൊതുവെ അല്ലേ? അങ്ങനെയാണ് ഒരു വിശകലനം ഉള്ളത്. അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ പോലീസ് ശക്തമായ നടപടികൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ പോലീസിലേക്ക് ഈ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ പോലീസ്. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള നടപടി എടുക്കുന്നത് കൊണ്ടാണ് ഗുണ്ടകൾ ജീവനും കൊണ്ട് ഓടുന്നത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഏതായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. സന്തോഷ് നമ്മളോടൊപ്പം ചേരുന്നു. സന്തോഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ വിളിക്കുന്നത്. തൃശ്ശൂരിന്നോ? അതെ. സന്തോഷിന് എന്ത് തോന്നുന്നു? ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുമോ? ഗുണ്ടായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബ്ലേഡ് നടക്കുന്ന ഗുണ്ടായിസ് ഉണ്ട്, പിന്നെ പെൺമാണിപ്പം നടക്കുന്ന ഗുണ്ടായിസ് ഉണ്ട്. അതേപോലെ തന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോലീസിന് കഴിയാത്ത ഗുണ്ടായിസ് നടത്തണമെന്നുണ്ട്. ഈ ഗുണ്ടായിസ് ഇങ്ങനെ വിളഞ്ഞ് നിന്നിട്ട് തുടങ്ങിയോന്നല്ലത്. എന്റെ ഓർമ്മ വെക്കുമ്പോഴേ ഗുണ്ടായിസ് ഉണ്ട്. ഈ വടിവാള് വെട്ടിലും ഇതൊക്കെ അങ്ങനെയുള്ള ഓരോരുത്തർ ജയിലിൽ ഇറങ്ങണത്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇപ്പൊ പാർട്ടി അനുകൂലമാണ്. പിന്നെ പാർട്ടി അനുകൂലം നിൽക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പട്ടാളത്തിന് ഇറക്കണം. പട്ടാളം സ്വാഭാവികമായി നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലല്ലല്ലോ കൂടുതൽ, അത് അതിർത്തിയിലുള്ള പ്രശ്നങ്ങളല്ലേ നമുക്ക്. ഞാൻ ചോദിക്കുന്നത് വേറൊന്നല്ല. മാത്രമല്ല ഈ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിന്റെ സബ്ജക്റ്റ് ആണ്. ജനങ്ങൾക്ക് ജീവിക്കണം. ഗുണ്ടകളെ നമ്മൾ പോലീസ് കുറെ കൂടി ശക്തമായ അല്ലേ? പോലീസ് കുറെ കൂടെ ശക്തമായാൽ പോരെ?
പോലീസ് കുറെ കൂടി ശക്തമാകണമെന്നാണ് എന്തായാലും പറയേണ്ടത്, അല്ലേ? പോലീസ് കുറെ ശക്തമാണെന്ന് പറഞ്ഞാൽ പോലീസിൽ തന്നെ 2 തരങ്ങളാ. ഒരു പോലീസ് മറ്റേ പോലീസ് അതിന് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. ഏതായാലും വളരെ നന്ദി സന്തോഷ്. സമയക്കുറവ് കൊണ്ടാണ് താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്കാണ് പൊതുവേദി നീങ്ങുന്നത്. വീണ്ടും അതിനുശേഷം ഈ ചർച്ച തുടരാം. പ്രധാന കേസുകളിൽ പോലീസ് ഗുണ്ടകളെ പിടികൂടാത്തതെന്ത് എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പൊതുവേദി തുടരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നു. രവീന്ദ്രൻ, പ്രധാന കേസുകളിലെ ഗുണ്ടകൾ ഒളിവിൽ പോകുന്നു, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോകുന്നു. പോലീസ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇവരെ പിടികൂടുന്നില്ല. പാറ്റൂർ ഗുണ്ട ആക്രമണത്തിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്ത് തോന്നുന്നു, ഇത് എന്തുകൊണ്ടായിരിക്കാം ഈ അവസ്ഥ? സാറേ, അത് പറയുവാണെങ്കിൽ ഇതിന് പോലീസ് ഇപ്പൊ ഒരു പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ യൂണിയൻ ഇല്ലാത്ത, ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. അത് കള്ളുകുടിയലും പിടിച്ചുപറിയലും പെണ്ണുപിടിയലും കൊലപാതകയ്ക്കും ഗുണ്ടകൾക്കും മാത്രമേ യൂണിയൻ ഇല്ലാത്തുള്ളൂ. പക്ഷെ യൂണിയൻ പരസ്യമായിട്ടുള്ള യൂണിയൻ ഇല്ലെന്നുള്ളൂ, ബാക്കി എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. അപ്പൊ എന്നു വെച്ചാൽ ഇത് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കാണിച്ചവനെ അവനെ അങ്ങനെ പിടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ നമ്മൾ പോരുന്നേക്കാൾ മുന്നേ അവനെ ഇറക്കിക്കൊണ്ട് പോരാൻ അവിടെ അപ്പൊ തന്നെ ആള് വന്നു കഴിയും. പിന്നെ എന്തെങ്ങനെ ഈ നാട് നന്നാവുന്നുള്ള. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പാർട്ടി നിരോധിച്ചെന്ന് പറഞ്ഞു, ആ പാർട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്നതിനേക്കാൾ മുന്നേ ഗുണ്ടകൾ ഇറങ്ങി പോകുന്ന സാഹചര്യം. അതെ സാറേ, നമ്മൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം മേടിച്ച് വെച്ചിട്ട് അവനെ സൂപ്പറായിട്ട് അവനെ ചായയും തൽക്കാരം എല്ലാം കൊടുത്ത് അവനെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും, അവനെ ഇറക്കി വിടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. പിന്നെ അവൻ നമ്മളെ വിളിച്ച് ചീത്ത വിളിക്കുക, അല്ലെ നമുക്കിട്ട് കൂട്ട അടി തരുമോ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നിർത്തിപ്പോയ ഒരു സംഘടന, ആ നിർത്തിപ്പോയ സംഘടനയിൽ എങ്ങോട്ടാ പോയെന്നാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളൊന്നും ആലോചിച്ചോ. ഞാൻ പാർട്ടി എടുത്ത് പറയുന്നില്ല. ആ പാർട്ടിക്കാരെ മുഴുവൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയോ? സാറ് നോക്കിച്ചെടുത്താൽ മാത്രം അറിയാം. അതുകൊണ്ടാണ് ഈ കേരളം നന്നാൻ വലിയ പാടാ. കാരണം വെച്ചാൽ ഇവ നമ്മളിപ്പോ നമുക്ക് അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഒരു നമുക്ക് കരുതാം, അല്ലേ? നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ലേ, നമ്മൾ കണ്ടുവരുന്നത്. വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ, അങ്ങയുടെ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. ഗോപകുമാർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഗോപകുമാർ, ഗുണ്ടകൾ തിരുവനന്തപുരത്തെ 2 സുപ്രധാന കേസുകളിലെ ഗുണ്ടകളാണ് പോലീസിനെ പിടികിട്ടാതെ മുങ്ങി നടക്കുന്നത്. കൊല്ലത്തൊക്കെ ഒരു സാഹചര്യം എന്താണ്? അവിടെ ഗുണ്ടകൾക്ക് ഇങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്ന് മുങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ? ശരിക്കും ഹലോ ശരിക്കും ഗുണ്ടാരാജല്ലേ ഭരണം കൈയാളുന്നത്. അതാണ് എന്റെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നീതിന്യായ വ്യവസ്ഥ ബഹുമാനമില്ല, കോടതി ബഹുമാനമില്ല. കാരണം ഇത് കൊടും കുറ്റവാളികൾക്ക് തന്നെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആഘോഷത്തോടെയാണ് അവര് പൊതുനിരത്തിലൂടെ അവരെ ഗുണ്ടകളിലൊക്കെ ജയിലിൽ നിന്ന് മോചിതരാകുമ്പോൾ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും വളരെ നന്ദി ഗോപകുമാർ, ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഈ അഭിപ്രായം പങ്കുവച്ചതിനും. അഭിലാഷ് ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. അഭിലാഷ്, എന്താണ് അഭിലാഷിന് പറയാനുള്ളത്? സാറേ, ഞാനിപ്പം രാവിലെ ഇന്ന് ആലപ്പുഴ SP ഓഫീസ് മാർച്ച് കഴിഞ്ഞ് വരിക. മാർച്ച് കഴിഞ്ഞ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനയിൽപ്പെട്ട ഇത് വനിതാ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ. അതിന്റെ കാരണം അവിടെ ന്യൂസ് 8 കേരളയുടെ ചാനലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയല്ല, അവിടെ ഈ ലഹരിക്കടത്തിന് വണ്ടി കൊടുത്തിട്ട് സ്ഥാനവാസം എന്ന് പറഞ്ഞൊരു കൗൺസിലർ അതൊക്കെ ഈ ഭരിക്കണ പാർട്ടിയുടെ തണലിലെ കൗൺസിലറെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയണമെങ്കിലും അല്ലെ ഒരു LC മെമ്പർ ബ്രാഞ്ച് മെമ്പറൊക്കെ വെച്ചിട്ട് 10-36 പെണ്ണുങ്ങളുടെ ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് ആഘോഷിച്ച് കഴിയുമ്പോ ഇവർക്കെതിരെ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ച്. അല്ല, പക്ഷെ അത് ഈ ഗുണ്ടകളോ അല്ലെങ്കിൽ ക്രിമിനലുകളോ കുറ്റവാളികളോ ഒക്കെ ഒരു പാർട്ടിയുടെ മാത്രമല്ലല്ലോ, അവരെ എല്ലാ പാർട്ടിയിലും അത് തന്നെ സാറേ പറയണത്. ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഒരു ഡെയിലി വാർത്തകൾ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസിന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ ഇന്നലത്തെ ഇതിൽ കണ്ടതിനാണ് കുളിമുറിക്കകത്ത് കൊണ്ട് ക്യാമറ വെച്ച് പിടിച്ചും കിടക്കുന്നത്. ആദ്യമേ നമ്മുടെ ഭരിക്കണ പ്രസ്ഥാനത്തിലുള്ളവരുടെ കേസ് ഒതുക്കി തീർക്കുകയും അവർക്കൊക്കെ എതിരായിട്ട് നടപ്പുകയും നമ്മളൊരു പെറ്റി കേസ്, ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ്, നമ്മളൊരു 100 രൂപ അടക്കാൻ എന്തെങ്കിലും ഒരു പെറ്റി കേസ് നടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തോട് നേരാണെങ്കിലും പോകുന്നവനെ അത് പൊക്കിക്കൊണ്ട് പോവുക ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ തണലുണ്ടെങ്കിൽ പെറ്റി കേസുകൾക്ക് പോലീസ് എടുക്കുന്നത് വലിയ ഉത്സാഹവും അതേസമയം വലിയ കേസുകൾക്ക് അത്ര പോരാ എന്നാണ്. പാർട്ടി പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CPM-കാർ ഇടപെട്ട എല്ലാ കേസാണെന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു കുഴപ്പമില്ല, അത് പാർട്ടി അന്വേഷിച്ചോളൂ. ഏതായാലും വളരെ നന്ദി, ഞങ്ങളോടൊപ്പം ചേരുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാമചന്ദ്രൻ എരുമേലിയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ രാമചന്ദ്രൻ? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ആരാണ്? രാമേന്ദ്രന്റെ വയസ്സാണ്, പുള്ളി അങ്ങോട്ട് മാറിയായിരുന്നു. ഞങ്ങള് ഗുണ്ടകളെ കുറിച്ചുള്ള ഒരു എന്റെ പേര് സുലഭ എന്നായിരുന്നു.
പറയൂ സുലഭ, എന്താണ് ഗുണ്ടകൾ നാട് ഭരിക്കുന്നതെന്നാണോ രാമേന്ദ്രന്റെ വയസ്സായിരുന്നു. പറഞ്ഞോളൂ, സുലഭയ്ക്കും പറയാലോ. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. ഞാൻ പറയുന്നത് ഈ പറയുന്നത് ഇപ്പൊ ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ക്രിമിനലുകളാണെങ്കിൽ പോലും അവര് ഒരു തെറ്റ് ചെയ്താണെങ്കിൽ പിന്നെ അവരെ ക്രിമിനലായിട്ട് നമ്മളും കാണുന്നുണ്ട്. ഇത് ശരിക്കും ക്രിമിനലായി മാറുന്നവരും ഉണ്ട്. അന്നേരം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും പാർട്ടിക്കാരാണ്. അത് ശരി, പാർട്ടിക്കാരുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഗുണ്ടകൾ വരുന്നത് എന്നാണ് കരുതുന്നത് അല്ലേ? ഗൗതം തൃശ്ശൂർ നമ്മളോടൊപ്പം ചേരുന്നു. ഗൗതം, ഈ ഗുണ്ടകളെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ എത്രമാത്രം ശരിയായിരിക്കാം? രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കൊണ്ടാണ് ഇത് നടക്കുന്നതെന്നാണ് ഗൗതം പറയുന്നത്. ഹലോ, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുള്ളത് കൊണ്ടാണോ ഗുണ്ടകൾക്ക് ഇങ്ങനെ സുഖമായി നടക്കാൻ കഴിയുന്നത് എന്നാണോ തോന്നുന്നത്? തീർച്ചയായും. ഗുണ്ടകളെ പിടിക്കാൻ പോലീസിന് ഉള്ള പ്രയാസം എന്ത് എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തത്. നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിലപാടുകളെ ചിലർ വിമർശിച്ചു. അതേസമയം അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരും ഇതിൽ പങ്കെടുത്തു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം.